ജേണൽ എൻട്രീസിന്റെ കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞു ഈച്ച് ലെഡ്ജറിനെ നമ്മൾ എന്ത് ചെയ്യണം, ഡെബിറ്റും ക്രെഡിറ്റും ചെയ്യണം. എന്താണ് ലെഡ്ജേഴ്സ്? നേരത്തെ നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എന്ന് പറയും, അതായത് അക്കൗണ്ടിങ് ബുക്കാണ്. അപ്പോൾ ആ ഒരു ബുക്ക് എന്നുള്ള രൂപത്തിൽ നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഓരോ പേജ് ആണ് ലെഡ്ജേഴ്സ്. ഇപ്പോൾ ഒരു ബാങ്കിൻ്റെ ട്രാൻസാക്ഷൻ ആണെങ്കിൽ നമ്മൾ ഒരു കൊല്ലത്തിൽ നടക്കുന്ന മുഴുവൻ ട്രാൻസാക്ഷനും ഒരു പേജിൽ നോക്കി നമുക്ക് മനസ്സിലാവണം. അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ഒരു AB ട്രേഡേഴ്സ് ഒരു സപ്ലയർ ആണ്, നമുക്ക് സാധനം അവരത് പർച്ചേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് പേയ്മെൻറ്റ് കൊടുക്കാനുണ്ടാവും. അപ്പോൾ അവരെ ട്രാൻസാക്ഷൻ എത്ര പേയ്മെൻറ്റ് കൊടുക്കാനുണ്ട്, എത്ര നമ്മൾ കൊടുത്ത്, ഇതൊക്കെ ഒരു പേജിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അതാണ് നമ്മൾ നേരത്തെ അക്കൗണ്ടിങ് ഡെഫിനേഷനിൽ പറഞ്ഞ സമ്മറൈസിങ്. അതിന് സാലറി എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി എക്സ്പെൻസ്, ഇങ്ങനെയുള്ളൊക്കെ ഓരോ പേജിൽ നമ്മൾ എന്ത് ചെയ്യും, അത് മാത്രമായിട്ട് മനസ്സിലാവും. അല്ലെങ്കിൽ വേറൊരു കസ്റ്റമർ നമ്മൾ സാധനം വിൽക്കുന്നത് ഒരു XYZ കമ്പനി, ആ കമ്പനിക്കാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അവർക്ക് എത്ര സെയിൽ ചെയ്തു, അതിൽ എത്ര എമൗണ്ട് കിട്ടി, അവരുടെ ബാലൻസ് എന്താണ്, ഇതൊക്കെ അറിയണം. ഇങ്ങനെയുള്ള ഓരോ പേജിനെയാണ് നമ്മൾ ലെഡ്ജർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലെഡ്ജർ നേരത്തെ നമ്മൾ പറഞ്ഞ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ 5 എലമെൻറ്റും കൂടി നമ്മളത് മിക്സ് ചെയ്യുക. അപ്പോൾ ഈച്ച് ലെഡ്ജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ 5 എലമെൻറ്റ്സിൻ്റെ പാർട്ടായിരിക്കും. ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തു ബാങ്ക് എന്ന് പറയുന്നത് അസറ്റ് ആണ്. മറ്റൊന്ന് നമ്മളൊരു സപ്ലയർ പറഞ്ഞു AB ട്രേഡേഴ്സ്, അയാളൊരു ക്രെഡിറ്റേഴ്സ് ആണ്, അതായത് കൊടുക്കാനുണ്ട്, സോ ഇറ്റ്സ് എ ലയബിലിറ്റി. XYZ കമ്പനി നമ്മൾ പറഞ്ഞു, അത് ഒരു ഡെറ്റർ ആണ്, നമുക്ക് പൈസ തരാനുണ്ട്, ഇറ്റ്സ് എൻ അസറ്റ്. നമ്മൾ പർച്ചേസ് ഡിസ്കസ് ചെയ്തു. പർച്ചേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം എക്സ്പെൻഡിച്ചർ ആണ്. അതേപോലെ തന്നെ സെയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. സെയിൽ എന്ന് പറയുന്ന സാധനം ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം അത് റവന്യൂ ആണ്, ഇൻകം ആണ്. അപ്പോൾ ഈച്ച് ലെഡ്ജറിനെ നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ 5 ക്ലാസിഫിക്കേഷനിലൂടെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈച്ച് ലെഡ്ജർ തിരിയും. പിന്നെ നമുക്ക് എന്ത് പ്രോഫിറ്റ് ആൻഡ് ലോസ് എടുക്കുമ്പോൾ ഈ പറഞ്ഞ രൂപത്തിൽ റവന്യൂ സൈഡിലുള്ള എല്ലാറ്റിൻ്റെ ടോട്ടൽ എടുക്കുക, അതിൻ്റെ എക്സ്പെൻഡിച്ചർ സൈഡിലുള്ള എല്ലാം കുറച്ച് കഴിഞ്ഞാൽ അവിടെ പ്രോഫിറ്റ് കിട്ടി. അതേപോലെ തന്നെ ബാലൻസ് ഷീറ്റിലേക്ക് വരുമ്പോൾ അസറ്റിൻ്റെ എല്ലാറ്റിൻ്റെ ടോട്ടൽ എടുത്ത് അസറ്റ് കിട്ടി, ലയബിലിറ്റി കിട്ടി, പിന്നെ ക്യാപിറ്റൽ കിട്ടും. സോ ഇതിനാണ് നമ്മൾ ലെഡ്ജർ യൂസ് ചെയ്യുന്നത്.